നമസ്കാരം പ്രിയമുള്ളവരെ, വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കഴിവിൻ്റെ പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം എന്ന് കൂടി അറിയിക്കണം. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്കൊക്കെ ഇത് ഒരു പ്രചോദനമാകട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പേജ് ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഈ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം എന്നും അറിയിക്കുകയാണ്. ഇത് കോട്ടയം ജില്ലയിലെ കറുകച്ചാലിൽ നടന്ന ഒരു സംഭവമാണ്. ഇന്നലെ രാവിലെ 9 മണി മുതൽ ഏകദേശം 12 മണി വരെ ഈ ഒരു ചെറുപ്പക്കാരൻ ഈ റോഡിൽ നിന്ന് പോലീസിന് പകരം ഇവിടുത്തെ ട്രാഫിക് നിയന്ത്രിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് അതിശയം തോന്നുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി എല്ലാ വാഹനങ്ങളും കൃത്യമായി അയാളെ അനുസരിക്കും. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു കുപ്പി വെള്ളവുമായി ആ റോഡിൽ നിന്ന് 3 മണിക്കൂറോളം ഗതാഗതം നിയന്ത്രിച്ചതുകൊണ്ട് തന്നെ കറുകച്ചാലിൽ വലിയ ഒരു ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ ഓണക്കാലമായി രക്ഷപ്പെട്ടു എന്നാണ് സമീപവാസികൾ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ട്രാഫിക് നിയന്ത്രണത്തിൽ കൗതുകം തോന്നിയ ഒരാൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും ഇദ്ദേഹം ഇത് നിയന്ത്രിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വീഡിയോ എടുത്തു. അതാണ് നമുക്ക് ഈ നാട്ടിലൊക്കെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു വീഡിയോ. ശേഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ നാട്ടിലുള്ള ആളുകളെല്ലാവരും കൂടി ഇയാളെ ഒരു നോട്ടുമാലയിട്ട് സ്വീകരിച്ചാണ് വിട്ടത്. ഒരു കുപ്പി വെള്ളം ഫുള്ളായി അദ്ദേഹം അവിടെ നിന്ന് കുടിച്ചു തീർത്തു. അത്രയും വലിയ ചൂടത്ത് 3 മണിക്കൂർ 9 മണി മുതൽ 12 മണി വരെ ഒരേ രീതിയിൽ ഈ സ്ഥലത്ത് നിന്ന് ഈ ട്രാഫിക് നിയന്ത്രിച്ച ആളിന് ഞങ്ങളുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പല സംഭവങ്ങളിലും നമ്മൾ ഇടപെടുമ്പോൾ കൃത്യമായി അനുസരിക്കാൻ ജനങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ പല സ്ഥലത്തും നമുക്ക് ഇറങ്ങി നിന്ന് വേണമെങ്കിലും ഇതുപോലെ നിയന്ത്രിക്കാൻ കഴിയും. പലപ്പോഴും ജനങ്ങൾ നമ്മളെ അനുസരിക്കാൻ തയ്യാറാവില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾ ഇടപെടാത്തത്. ഓണവും നബിദിനവും എല്ലാം കൂടി ഒന്നിച്ചു വന്നപ്പോൾ എല്ലാവരും അവധിയിലാണ്, എല്ലാവരും പർച്ചേസിങ്ങിലാണ്. സാധനങ്ങൾ വാങ്ങാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ടൗണുകളിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാ സ്ഥലത്തും ട്രാഫിക് ബ്ലോക്കാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മൾ പൊതുജനങ്ങൾ ഇറങ്ങി കുറച്ച് ട്രാഫിക് ബ്ലോക്കൊക്കെ ഒന്ന് ഒഴിവാക്കുകയും അതുപോലെ തന്നെ വാഹനങ്ങൾ നിയന്ത്രിച്ച് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്താൽ കുറച്ചൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ കഴിയും. എല്ലാ സ്ഥലത്തും ഒരുപക്ഷെ പോലീസിന് ചെന്നെത്താൻ കഴിയണം എന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളും സഹകരിക്കുക.